ഹലോ ഗൈസ്, ഇത് നമ്മുടെ PDFT ബാച്ചിൻ്റെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ വീഡിയോ ആണ്. ഡെക്കറേഷൻസ് എല്ലാം ഓൾമോസ്റ്റ് ഫിനിഷായി. ഞാനായിരുന്നു പ്രോഗ്രാമിൻ്റെ ആങ്കറിങ്. ആദ്യം തന്നെ നമ്മൾ കോമ്പറ്റീഷൻസ് ആയിരുന്നു നടത്തിയത്. ഫസ്റ്റ് ഐറ്റം പുഷപ്പ് ആയിരുന്നു. മാക്സിമം നമ്പർ ഓഫ് പുഷപ്പ്സ് ആയിരുന്നു ടാർഗറ്റ്. ഞാൻ കൗണ്ട് ചെയ്യുന്ന അനുസരിച്ചായിരുന്നു. ആക്ച്വലി ഇത് നമ്മൾ ക്രിസ്മസിന് മുന്നേ നടത്തിയ സെലിബ്രേഷൻ ആണ്. എഡിറ്റ് ചെയ്യാനുള്ള മടി കൊണ്ടും പിന്നെ വീഡിയോസൊക്കെ കിട്ടേണ്ട താമസം കൊണ്ടും ഞാൻ എഡിറ്റ് ചെയ്യാതെ ഇട്ടിരുന്നതാണ്. ഫൈനലി ഞാൻ ഇന്നിരുന്ന് എഡിറ്റ് ചെയ്തു. എങ്കിൽ പിന്നെ പോസ്റ്റ് ചെയ്തേക്കാമെന്ന് കരുതി. നമ്മൾ PDFT ബാച്ച് ആയതുകൊണ്ട് നമ്മുടെ കോമ്പറ്റീഷൻസും എല്ലാം ഫിറ്റ്നസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോമ്പറ്റീഷൻസ് ആയിരുന്നു നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നതെല്ലാം. നെക്സ്റ്റ് ഐറ്റം വന്നിട്ട് വാൾസെറ്റ് ആയിരുന്നു. അത് ഇവരെല്ലാം മാക്സിമം ലീഡ് ചെയ്യുന്നത് നമുക്ക് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ കൗണ്ട് ചെയ്യാൻ നിന്നില്ല. നമ്മൾ ടൈമർ ഓണാക്കി വെക്കുമായിരുന്നു ചെയ്തത്. വാൾസെറ്റ് നമ്മൾ ഒറ്റ സെഗ്മെൻ്റായിട്ട് തന്നെയാണ് ചെയ്തത്. ഗേൾസ് വേറെ ജെൻസ് വേറെ അങ്ങനൊരു വേർതിരിവില്ലാതെ ഒറ്റ റൗണ്ടിൽ തന്നെ നമ്മൾ ഫിനിഷപ്പ് ചെയ്യുമായിരുന്നു. എല്ലാവരും നല്ല വാശിയോടെ തന്നെ മത്സരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. എല്ലാവരും മാക്സിമം എനിക്ക് പറ്റും, എനിക്കത് ലീഡ് ചെയ്യാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസിൽ തന്നെയായിരുന്നു എല്ലാവരും മുന്നോട്ട് പോയിരുന്നത്. നമ്മൾ അത്രയും പേരായിട്ട് തുടങ്ങിയ മത്സരം അവസാനം ഈ 2 പേരിലായിട്ട് ചുരുങ്ങി നിൽക്കുകയാണ്. അഖിലേട്ടനും ജെയിംസ് ഏട്ടനുമാണ് നമുക്ക് ഫൈനലിൽ വന്നിരിക്കുന്നത്. 2 പേരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. വളരെ വാശിയോടെയാണ് മത്സരം മുന്നോട്ട് പോയത്. ബാക്കിയുള്ളവരെല്ലാവരും 2 ടീമായിട്ട് തിരിഞ്ഞ് 2 പേരെയും പ്രോത്സാഹിപ്പിക്കാൻ നിൽക്കുമായിരുന്നു. കണ്ടിന്യൂസ് 45 മിനിറ്റ്സ് ആയിട്ടും അവർ ഹോൾഡ് ഓൺ ചെയ്യുന്നുണ്ടായിരുന്നു. സപ്പോർട്ട് ചെയ്യുന്നവർ കൈയടിച്ചും പ്രോത്സാഹിപ്പിച്ചും ക്ഷീണിക്കുന്നതല്ലാതെ നമ്മുടെ കണ്ടസ്റ്റൻസിന് ഒരു ക്ഷീണവും ഇല്ലായിരുന്നു. അവർക്ക് മാക്സിമം ഇനിയും മുന്നോട്ട് പോകാൻ പറ്റും, അവരെ കൊണ്ടത് ഹോൾഡ് ഓൺ ചെയ്യാൻ പറ്റും എന്നൊരു വാശിയിലായിരുന്നു 2 പേരും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. 2 പേരും വിട്ടുകൊടുക്കാൻ ഒട്ടും തയ്യാറല്ലായിരുന്നു. അറ്റ് ലാസ്റ്റ് അഖിലേട്ടനെ പിന്തള്ളിക്കൊണ്ട് ജെയിംസ് ഏട്ടനാണ് നമ്മുടെ വിന്നർ ആയിരിക്കുന്നത്. 53 മിനിറ്റാണ് ജെയിംസ് ഏട്ടൻ നമ്മുടെ വാൾസെറ്റ് കണ്ടിന്യൂ ചെയ്തത്. നെക്സ്റ്റ് നമ്മൾ ഫൺ ഗെയിംസ് ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബിസ്ക്കറ്റ് കടിയായിരുന്നു നമ്മുടെ ആദ്യത്തെ ഐറ്റം. ഇത് നമ്മൾ ഗേൾസിന് വേറെ ബോയ്സിന് വേറെ സെഗ്മെൻ്റായിട്ടായിരുന്നു നടത്തിയത്. ബോയ്സിൻ്റെ വീഡിയോ എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു, ഗേൾസിന് മാത്രമേ കിട്ടിയുള്ളായിരുന്നു. അത് ഓൾമോസ്റ്റ് ഫിനിഷ് ആയപ്പോഴത്തേക്കും നമ്മുടെ ഗസ്റ്റ് എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് താഴത്തുനിന്ന് ഇൻസ്ട്രക്ഷൻ കിട്ടി. പിന്നെ പെട്ടെന്ന് എല്ലാം റീഅറേഞ്ച് ചെയ്തു. പെട്ടെന്ന് തന്നെ നമ്മുടെ ഗസ്റ്റും എത്തി. നമ്മൾ പ്രെയറോട് കൂടിയാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഷിബ്ജാന്റെ വെൽക്കം സ്പീച്ച് ആയിരുന്നു. ഇത് അഡോണൽ സാറാണ്. സാറിന്റെ വകയും നമുക്കൊരു സ്പീച്ച് ഉണ്ടായിരുന്നു. നമ്മള് രണ്ടാമത്തെ വർഷമാണ്, രണ്ടാമത്തെ ബാച്ചാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. ആദ്യത്തെ ബാച്ചിൽ ഞാനും റാഫി സാറും കൂടെ ചേർന്നാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിന്റെ ചീഫ് ഗസ്റ്റ് അനീഷ് മോൻ സാർ. സാർ നമ്മുടെ ജില്ലാ ബോഡി ബിൽഡിംഗ് അസോസിയേഷന്റെ സെക്രട്ടറി ആണ്. സാർ നമുക്ക് എല്ലാവർക്കും വേണ്ടി നല്ലൊരു മോട്ടിവേഷൻ സ്പീച്ച് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നമ്മുടെ ചീഫ് ഗസ്റ്റായ അനീഷ് മോൻ സാറിന് ആദരവൊക്കെ നൽകി. ഇതാണ് റാഫി സാറ്. സാർ നമുക്ക് വേണ്ടി ഒരു കൃതജ്ഞതാ പ്രസംഗമാണ് നടത്തിയത്. നമ്മൾ സ്റ്റുഡൻസ് തന്നെയായിരുന്നു ഇത്തവണ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തത്. സാറ് നമ്മൾ 2 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 2 ഗ്രൂപ്പിനും 2 ഡ്യൂട്ടീസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുമായിരുന്നു. പ്രോഗ്രാം അടിപൊളിയായിരുന്നു. സാർ അതിൽ ഒത്തിരി ഹാപ്പി ആയിരുന്നു എന്നൊക്കെ സാർ നമ്മളോട് പറഞ്ഞു. സന്തോഷം മാത്രമേ ഉള്ളൂ. നിങ്ങളെല്ലാവരും നല്ലോണം പാർട്ടിസിപ്പേറ്റ് ചെയ്തു, നല്ലോണം തന്നെ നിങ്ങളെല്ലാം അത് കളറാക്കി തന്നു. അത് നമ്മുടെ ക്ഷണം സ്വീകരിച്ചുള്ള വളരെ തിരക്കുകളുണ്ട്. മീറ്റിംഗിൽ ഇടക്കുന്നതാണ് ഞാൻ വിളിച്ചപ്പോഴത്തേക്കും വരാമെന്ന് സമ്മതിച്ചത്. ഇന്നും മീറ്റിംഗിലായിരുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ അനീഷ് മോനും എന്റെ നന്ദി അറിയിച്ചു കൊടുക്കുന്നു. ശേഷം ചാമ്പ്യൻഷിപ്പിന് പങ്കെടുത്ത 3 പേർ നമ്മുടെ ക്ലാസ്സിലുണ്ടായിരുന്നു. അതിലൊരാൾ മെഡൽ വിന്നർ ആയിരുന്നു. അവർക്കും ജസ്റ്റ് ഒരു മെഡലൊക്കെ കൊടുത്തു. Sahil
പിന്നെ നമ്മൾ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് നടത്തിയ കോമ്പറ്റീഷൻസിൽ വിന്നേഴ്സ് ആയവർക്കും നമ്മൾ മെഡലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തു. എടുത്തിട്ട് റാപ്പടിച്ചപ്പോ തീപ്പൊരി തീ പിടിച്ചെന്റെ മൂട്ടിൽ മിന്നി നേരം കൊണ്ടൊരു മാതിരി